ചേടാ ഇതെന്തോ പറയാനാന്ന് പറ. ഇത്രയും പാചകം ചെയ്ത സാധനങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ട് ഈ ആശാൻ ഇത് എവിടെ പോയി കിടക്കുവോ? ഈ കല്യാണ വീട്ടിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തോ മറുപടി പറയാനാ? എന്തായാലും ഈ ആശാൻ ഇത് എവിടെ പോയി കിടക്കുവോ? ഞാൻ കേട്ട് നീ എന്തോ ചലിക്കുന്നത്? ഞാൻ പിന്നെ ചലിക്കാതെ പിന്നെ എന്താ വേണം? ആശാൻ എന്തിനു പണിയായി കാണിച്ചത്? ഞാനൊരു ആവശ്യത്തിന് പോയതല്ലയോ? ആശാനെ ഈ പാചകം നടക്കുന്ന സമയത്ത് ഇത് പകുതി കിട്ടിട്ട് ആശാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വീട്ടുകാർ വന്ന് എന്നോട് ചോദിച്ചാൽ ഈ ചങ്കം മത്തങ്ങ അറിഞ്ഞൂടാത്ത ഞാൻ എന്തോ പറയും? അല്ല ആശാനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താ? ഇപ്പൊ ഈ സ്ഥിരമായിട്ട് പാചകത്തിന് പോകുന്ന സ്ഥലത്തുനിന്ന് ഈ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് ആശാൻ ഇത് എവിടാ പോന്നെ? പച്ചക്കറി അറിയാൻ വന്ന രമണിയെ കൊണ്ടുവിടാൻ വീട്ടിൽ പോയതാ. അത് നേരം വെളുത്തിട്ട് കൊണ്ട് വിട്ടാ പോരെ? എടാ, വെട്ടം വീണ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോകേണ്ട കാര്യമുണ്ട്? അവൾ ഒറ്റയ്ക്ക് പോകത്തില്ലയോ? ഓ ശരി. ആശാനെ, ഇവിടുന്ന് ആരെങ്കിലും വന്ന് എന്റെ അടുത്ത് ഈ ചേരുവകളൊക്കെ ചേർത്തോ എന്ന് ചോദിക്കുന്ന എന്നോടാ ഞാൻ എന്ത് മറുപടി പറഞ്ഞാനെ? 36 വർഷമായിടാ പ്രിൻസേ ഞാൻ ഈ ജോലി തുടങ്ങിയിട്ട്. മനസ്സിലായോ? ഇതിനിടയ്ക്ക് ഒരുപാട് പാചകങ്ങൾ കണ്ടിട്ടുമുണ്ട്, ഒരുപാട് പാചകങ്ങളിൽ പങ്കെടുത്തിട്ടുമുണ്ട്. ഇത്രയും വർഷമായിട്ട് ഞാൻ ഇപ്പോഴും നിന്റെ മുമ്പിൽ ദാ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നീ ഈ പാചകക്കാരനെ കുറച്ച് അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. എവിടൊക്കെ എന്തൊക്കെ ചേർക്കണമെന്ന് എനിക്കറിയാവുന്നത്ര നിനക്കറിയത്തില്ല. വെറുതെ തള്ളല് മാത്രമേ ഉള്ളല്ലേ, പാചകമൊന്നും അറിയത്തില്ലല്ലേ? എന്താടാ അങ്ങനെ ഒരു വർത്താനം? നെയ്യാന്നും പറഞ്ഞപ്പോ അതിനകത്ത് ഒഴിച്ചെന്താന്നറിയോ? ആശാന് രാവിലെ കുടിക്കാൻ തന്ന സ്കോട്ട്സ്. എനിക്ക് ഇത് അബദ്ധം പറ്റിയതാണെന്ന് നിനക്ക് വിചാരമുണ്ടോ? ഇല്ല. എന്നാ അങ്ങനാണ്. നമ്മൾ രണ്ടുപേരും ഇവിടെ പാചകം നടത്താൻ തുടങ്ങിയിട്ട് എത്ര നാളായടാ? കുറെ നാളായി. 20 വർഷത്തോളം ആയില്ലേ? ഇപ്പോഴും നമ്മൾ ഈ മണ്ണിൽ ചവിട്ടി നിൽക്കുന്നത് എന്തുകൊണ്ടാ? കാല് കൊണ്ട്. ആ കാല് ഞാൻ പിടിക്കാൻ നീ ഈ അബദ്ധം ആരോടും പറയരുത്. അങ്ങോട്ട് പോയേ. എടാ, ഇതിനിടയ്ക്ക് സാമ്പാർ വെച്ചോണ്ടിരുന്നപ്പോ എന്റെ മൊബൈൽ ഏതോ ഒരു സാധനത്തിനകത്ത് പോയി കാണുന്നില്ല. നീ അത് ഞാൻ തിരക്കി പോവാം. തിരക്കി പിടിക്കണം. വെച്ച് വന്നപ്പോ ആശാനെ, എന്തോ ആശാന്റെ മൊബൈൽ താണ്ട് ഇതിനകത്ത് കിടക്കുന്നു. അപ്പൊ അതാ സാമ്പാർ. ഓക്കെ വെച്ച് വന്നപ്പോ എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് ഇതിനകത്ത് മസാല കൂടുതലാണല്ലേ? ഈ മൊബൈലല്ലോ അതിനകത്ത് കിടന്നത്, പിന്നെ മസാല കൂടാതെ. ആശാനെ, നമുക്ക് എന്നും ഇങ്ങനെ ഈ ചോറും സാമ്പാറും പുളിശ്ശേരിയൊക്കെ വെച്ച് നടന്നാൽ മതിയോ? പിന്നെന്താ? എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? വ്യത്യസ്തമായിട്ട് വേണം. ഇപ്പൊ എത്ര കൂട്ടം കറി വെച്ച്? ഇവിടെ മൊത്തം വേണ്ട 15 കൂട്ടം കറി വെച്ച്. അപ്പൊ ഒരു കൂട്ടം കറി കമത്തി കളഞ്ഞേരെ. അപ്പോഴോ അങ്ങനെ കമത്തി കളഞ്ഞ വ്യത്യസ്തത നമുക്ക് ഇരിക്കട്ടെ. എന്താ? അയ്യാടാ, ഭയങ്കര വ്യത്യസ്തത തന്നെ. മതി, അത്രയും വ്യത്യസ്തത മതി. അല്ല പിന്നെ എടേ എവിടുന്നാ ഇത് ഈ ചിരി വരുന്നത്? അവിടുന്ന് ചിരി വന്നതല്ല, ഇവിടുന്നാ ചിരി വന്നത്. ആഹാ, ഇവിടം കൊണ്ട് ചിരിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. ആഹാ, കിടുന്ന സാധനമാണല്ലോ അടിച്ചത്. നിങ്ങൾ ഇതെന്തുവാ ജെഡി ഗോപന്റെ ഫ്ലോട്ടോ? ഹലോ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? ഇല്ല, എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഞാൻ പെണ്ണിന്റെ ഒരേ ഒരു അമ്മാവനാണ്. മരുമോൻ ഗൾഫിലാ. കല്യാണം നമുക്ക് പൊളിക്കണം. പൊളിക്കാം. ഓക്കെ. ഹലോ മിസ്റ്റർ, എന്നെ മനസ്സിലായോ? ഞാൻ പെണ്ണിന്റെ ഒരേ ഒരു അമ്മാവനാണ്. മരുമോൻ ഗൾഫിലാണ്. കല്യാണം നമുക്ക് പൊളിക്കണം. പൊളിക്കാം. ഓക്കെ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഞാൻ പന്തലുകാരുടെ കാര്യം എന്തോ നോക്കിട്ട് വരാം. ഓക്കെ, ശരി. നല്ല മനുഷ്യനാ തോന്നുന്നു കേട്ടോ. അയ്യോടാ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. അതാ ഞാനും ആലോചിച്ചു എന്തോ പറയാൻ വന്നത് മറന്നുപോയി. വന്നാരും പറഞ്ഞില്ല. ഞാനേ പെണ്ണിന്റെ ഒരേ ഒരു അമ്മാവനാണ്. മരുമോൻ ഗൾഫിലാ. കല്യാണം നമുക്ക് പൊളിക്കണം. ആശാൻ എന്ത് ചെയ്യും? ആശാൻ തോന്നിക്കുന്നു. ആശാന്റെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഞാൻ പെണ്ണിന്റെ ഒരേ ഒരു അമ്മാവനാണ്. മരുമോൻ ഗൾഫിലാണ്. കല്യാണം നമുക്ക് പൊളിക്കണം. പൊളിക്കാനല്ല പറഞ്ഞത്, കല്യാണം നമുക്ക് പൊളിക്കണമെന്നാ പറഞ്ഞേ. ആശാനെ, എന്തോ ഏത് വിഷയമാണോ? ആകെ വിഷയമാകും തോന്നുന്നു. എന്തോ പറ്റി? ഹലോ, ഇനി വന്നേ, ഇനി വരൂ. എനിക്ക് സംശയം ഉണ്ടല്ലയോ? അല്ല, എന്നെ കുറിച്ച് ഇവിടെ ആരും പറഞ്ഞു തന്നിട്ടില്ലയോ? ഒരു മനുഷ്യനും ഒന്നും പറഞ്ഞില്ല, അതാണ് ഈ വിഷയമായത്. അപ്പൊ നിങ്ങളുടെ ഈ പാതി ഏൽപ്പിച്ചതാരാ? അത് പെണ്ണിന്റെ അച്ഛൻ. പെണ്ണിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ സുകുമാരൻ. സുകുമാരൻ. അതോ സുകുമാരനാണോ നിങ്ങൾ ഏൽപ്പിച്ചത്? സുകുമാരൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുകുമാരനാണെന്നുണ്ടെങ്കിൽ എന്നെ കുറിച്ച് കാര്യങ്ങളെല്ലാം പറയും. അല്ലാതെ പറയുവാണെന്നുണ്ടെങ്കിൽ അത് ഏൽപ്പിച്ചത് സുകുമാരൻ തന്നെ ആയിരിക്കും. ആണോ? അല്ല, ആ സുകുമാരന എന്തോ സംശയമുള്ളതിന്റെ കൂട്ടി എനിക്ക് തോന്നുന്നു. ആന്നില്ലയോ? ഹലോ, നിങ്ങൾ എന്തോ കിടന്നെങ്കിൽ സംസാരിക്കുന്നത് എന്തുവാ? അല്ല, ഒന്നുമില്ല, സംശയത്തിന്റെ ഒരു കാര്യം പറഞ്ഞതാ. സുകുമാരന്റെ ഈ പച്ചമുളക് എടുത്ത സുകുമാരന്റെ അല്ല, പിന്നെ പച്ചമുളക് എടുത്തതിനകത്ത് പച്ചമുളക് സുകുമാരന്റെ ചട്ടിക്കറ്റാണോ? ചേട്ടാ, പച്ചമുളക് എടുത്തതിനകത്ത് ഞാൻ പറഞ്ഞതാന്ന്. ആണോ? പിന്നെ നിങ്ങൾക്ക് സംശയം ഇങ്ങനെ കിടക്കുവാ. ഒരു കാര്യം ചെയ്യ്, ഫോൺ എടുത്തിട്ട് സുകുമാരനെ വിളിച്ചു പോരെ, ഈ രാഘവൻ ആരാന്ന് വിളിച്ചു ചോദിക്കേ. അയ്യോ, അതേ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ഞങ്ങൾ ആശാന് മാത്രമേ ഫോണുള്ളൂ. അതാണെങ്കിൽ ഇന്ന് രാവിലെ
വെള്ളത്തിൽ വീണ്. വെള്ളത്തിൽ വീണോ? ആ, സാധാ വെള്ളത്തിൽ വീണ്, അല്ലാതെ സാമ്പാറിൽ വീണില്ല. സാധാ വെള്ളത്തിൽ വീണ്. മനുഷ്യനെ പൊട്ടനാക്കല്ലേ, എനിക്കിതൊക്കെ അറിയാം. ഹലോ, ഇവിടെല്ലയോ ടച്ച് ഫോൺ ഇരിക്കുന്നത്? വിളിക്ക്, നമ്പർ ഞെക്കിട്ടുണ്ട്. കുമാരനെ വിളിച്ചിട്ട് ചോദിക്കേ, രാഘവൻ ആരാന്ന് വിളിച്ച് ചോദിക്കങ്ങോട്ടെ. ഹലോ, ഒരുത്തനൊരു പൊട്ടുതരം പറഞ്ഞെന്ന് പറഞ്ഞാൽ അതുപോലെ അങ്ങ് കാണിക്കുക. ഇതിങ്ങനല്ല, ഇങ്ങനെ പിടിച്ച് വിളിക്കേ. ഹലോ ആശാനെ, ഇതും നല്ല മുഴുത്ത സൈക്കോയാന്നാ തോന്നുന്നത്. നിനക്കിപ്പൊ തോന്നുന്നതേ ഉള്ളോ? എടാ, സൈക്കോ എനിക്ക് നേരത്തെ മനസ്സിലായി. എല്ലാം കൂടെ കളഞ്ഞിട്ട് കിടത്തി ആടി ഓടിയാലാ? അപ്പൊ ഉണ്ടാക്കണ്ടായോ? കല്യാണത്തിന് അപ്പമാണോ ഉണ്ടാക്കുന്നത്? ചോറും കറിയോ അല്ലയോ? അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കണ്ടായോ എന്നാ ചോദിച്ചത്. ഇപ്പൊ എന്തോ ചെയ്യുന്നു. ഹലോ, ഇങ്ങ് വരൂ. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിച്ചേ, സത്യത്തിൽ എന്നെ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ആളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഒരു പ്രശ്നമില്ല. ഒരു മനുഷ്യൻ. അതാ ഓക്കെ. അപ്പഴേ ഞാൻ പന്തലുകാരന്റെ കാര്യം എന്തോ നോക്കിട്ട് ഇപ്പൊ വരാം. അപ്പൊ നിങ്ങളുടെ പരിപാടികളൊക്കെ ഓക്കെ എന്നാ ഓക്കെ. ഹലോ, ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ. എന്തോ ആയി കാണിച്ചു വെച്ചിരിക്കുന്നത്? അയ്യോ, അതെ, സാമ്പാറിന് അരിഞ്ഞു വെച്ചേക്കും. അവിയലിന് അരിഞ്ഞു വെച്ചേക്കുവാണെങ്കിലും സാമ്പാറിന് അരിഞ്ഞു വെച്ചിരിക്കുവാണെങ്കിലും മൊത്തം മാറ്റേ, പുറകോട്ട് മാറ്റേ, പുറകോട്ട് മാറ്റടാ, മൊത്തം മാറ്റേ, പുറകോട്ട് മാറ്റേ. ഓക്കെ, മാറ്റി തുടച്ചങ്ങ് മാറ്റിക്കോ. എല്ലാം മാറ്റി, എല്ലാം ക്ലിയർ ചെയ്ത് ഇരിക്കുന്നുണ്ടോ താനോടാ? ഇത് എന്തോ ചെയ്യാനാ പരിപാടി? ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ഒരു കാര്യം ചെയ്യാവോ? നീ എന്റെ ശിഷ്യനാണോ? ആണല്ലേ. നീ ഒരു കാര്യം ചെയ്, ഈ പെണ്ണിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എടുത്ത് മാറ്റണം. ഹലോ സാറേ, എന്തോ കാണിക്കപ്പെടാ? നിന്റെ ഏറ്റവും അടുത്ത ബന്ധു അല്ലേ ഈ ഇരിക്കുന്ന അമ്മാവൻ? വേറെ ബന്ധുക്കളെ വിളിച്ചോണ്ട് വരാം. ഓഡിറ്റോറിയത്തിൽ നിൽക്കുന്നത് കാഴ്ചയുടെ വർണ്ണവസന്തം ഇപ്പൊ വരികയായി. അപ്പൊ എവിടുന്ന്? തലയില്ലാത്തൊരുത്തിന് ഇപ്പം ബന്ധുക്കളെ വിളിക്കാൻ പോകുന്നുണ്ട്. ആശാനെ, കൊല്ലത്തെ ഉള്ളു. ആര് ബന്ധുക്കളോ? എടാ, ബന്ധുക്കൾ കൊല്ലത്തുള്ളവരല്ല ഇവിടെ ഉണ്ട്. നീ പോയി ഓഡിറ്റോറിയത്തിൽ വിളിച്ചോണ്ട് വരാം. എടാ, ഇത് എന്തോ പറയാനാന്ന് പറ. ഈ സൈക്കോ കളവൻ നമ്മളെ കൊല്ലത്തെ ഉള്ളെന്ന്. ഞാൻ എന്തോ ചെയ്യാൻ പറ്റും? ഇപ്പൊ എന്തോ ചെയ്യൂത് നമ്മള്? നീ ഒരു കാര്യം ചെയ്യും, നീ ആരെങ്കിലും ബന്ധുക്കളെ വിളി. നീ തന്നെ പോണം. ഞാൻ പോകത്തില്ല. പിന്നെ നീ അല്ലാതെ ആര് പോകും? എനിക്ക് പോകാൻ പറ്റത്തില്ല. നീ വന്ന് രമേശേ, എടാ, നമ്മൾ പാചകത്തിന് വന്നിട്ട് എത്ര നാളാ പറഞ്ഞേ? കുറെ നാളായി. നമ്മുടെ ടീമിൽ എത്ര പേരുണ്ട്? 8 പേരുണ്ട്. ഇതിലേതെങ്കിലും ഒരുത്തൻ, ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തൻ ഉണ്ടോടാ നിന്റെ അത്രയും മണ്ടനായിട്ടുള്ള? അത് ശരിയാ, ഇല്ല, അതില്ല. പറഞ്ഞ് പിരികേറ്റി വിട്ട ഏത് ഏടാകൂടത്തിലും ചാടുന്ന യവന്മാരാരെങ്കിലും ഉണ്ടോടാ നീ അല്ലാതെ? എന്നെ തോപ്പിക്കാൻ ആരുമില്ല. അതിന് ഞാനേ ഉള്ളു. പോയിട്ട് വേടാ. പോയിട്ട് വരാം. എന്റെ തല പോയാലും കുഴപ്പമില്ല ആശാനെ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ഓക്കെ. സാറേ, വണ്ടി റിവേഴ്സ് എടുക്കുമ്പോ അവിടെ സാധനങ്ങൾ വെച്ചിട്ടുള്ളൂ, അതൊന്ന് നോക്കിക്കോണേ. ഓക്കെ, താങ്ക് യു. വണ്ടിയുടെ മുന്നിൽ ഓടുന്നത് സാറേ, ഓൺ അടിച്ചില്ലായിരുന്നു, അതാ. സോറി, മൈ മിസ്റ്റേക്ക്. ആശാനെ, ഇത് നടക്കത്തില്ല. എന്താ? ഈ കളവന്റെ അവിടുത്തെ ശല്യം കാരണം അവരെല്ലാം കൂടെ പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടേക്കോ. എന്റെ ദൈവമേ, ബന്ധുക്കാരൊന്നും നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല. എന്താടാ? ക്യാമറയുടെ മുമ്പിൽ നിന്ന് മാറുന്നില്ല. അമ്മാവൻ കയറി എങ്ങോട്ട് മാറി എന്ന് കഴിഞ്ഞാൽ വല്യച്ഛൻ കയറി നിൽക്കുന്നു, വല്യച്ഛൻ കയറുന്ന മരുമോൻ കയറി നിൽക്കുന്നു. എല്ലാം ക്യാമറയുടെ ഫ്രണ്ടിൽ, ആരും ഇങ്ങോട്ട് വരത്തില്ല. ഇപ്പൊ എന്തോ ചെയ്യും? ഒരു കാര്യം ചെയ്യും, എന്റെ ആശാൻ എന്തായാലും എന്നെ പറ്റി ഇത്രയും പറഞ്ഞല്ലേ, ആശാന്റെ കൂടെ ഞാനുണ്ട്. ആശാൻ പേടിക്കണ്ട, ഞാൻ പോയി പറയാം, നേരിട്ട് പറയാം. ആരോട്? ഈ അമ്മാവന്റെ അടുത്ത്. ആളൊന്നും പിടിക്കണ്ട, ആരും പിടിച്ചൊന്നും ഒരു കാര്യമില്ല, ഞാൻ പറയും. ഹലോ മിസ്റ്റർ, ആ വണ്ടി ഒന്ന് ഓഫ് ചെയ്യൂ. ഓക്കെ. ഞാനൊരു നഗ്ന സത്യം പറയാൻ വന്നതാണ്. അത് കണ്ടപ്പോ മനസ്സിലായി, ഇനി സത്യം പറഞ്ഞാ മതി. ഉടുക്ക്. ഇത് നേരത്തെ പറയണ്ടായിരുന്നു. ഇത് എവിടെങ്കിലും പോയി നിന്നാ. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപനാഥ മുരാരേ. പിന്നെ ഉടുക്കല്ലാതെ പിന്നെ ഇതെന്താ ഹാർമോണിയാണോ വായിക്കുന്നത്? ഉടുക്ക് നിർത്തിയാ വെട്ടി ഞാൻ കൊല്ലും. ചന്ദ്രിക അതെന്തോടാ കാണിച്ചത്? ഉടുക്ക് പൊട്ടിപ്പോയി. ഉടുക്ക് പൊട്ടിക്കൊണ്ട് നീ രക്ഷപ്പെട്ടു. ഇല്ല, ഞാൻ വെട്ടി നിന്നെ ഞാൻ കൊന്നേനെ. പിന്നെ ഒരു കാര്യം, ഞാൻ പന്തലുകാരുടെ കാര്യം എന്താന്ന് നോക്കിട്ട് പടോ നീ വരാം. അയ്യോ, പോട്ടോ. ഓക്കെ, അങ്ങോട്ട് പോട്ടെ. ഹലോ, ഇതെന്തോ ഈ പാല് മാത്രം ഇവിടെ വെച്ചിരിക്കുന്നത്? പായസമാണോ? പായസമാണോ? ഒരു ശകലം എനിക്ക് കൊടുത്താ. പായസം റെഡി ആയില്ല. അട അല്ലേ? അട കിട്ടിയില്ല. അട കിട്ടാത്ത ടെൻഷൻ അടിച്ചിരിക്കും അല്ലയോ? ഒരു കാര്യം ചെയ്യ്, ഒന്നും പേടിക്കണ്ട, അട ഞാൻ സംഘടിപ്പിച്ചോണ്ട് തരാം. ഓക്കെ എന്നാ? ഓക്കെ, ആയിക്കോട്ടെ. വലിയ കുഴപ്പമില്ലാത്ത ആളാ കേട്ടോ. ഞാനൊരു കാര്യം പറ്റേ, കുഴപ്പമില്ലാഴിയല്ല. ഈ അട പുള്ളി ഇവിടുന്ന് അടിച്ചു മാറ്റിയതാ പക്കാവടയാന്ന് പറഞ്ഞ് അടിക്കാൻ വേണ്ടി.
അത് എടുക്കാൻ പോയേക്കുവാ. ആ അതൊക്കെ ഇരിക്കട്ടെ, ഇത് കൊടുക്ക. ഇതപ്പോ പോയി ചുമ്മാ അല്ല, വേണ്ട, വെറുതെ അല്ല, നല്ല കാറ്റുണ്ട്, അങ്ങനെ ആയിക്കട്ടെ. എവിടെയും കാണിക്കാൻ പറ്റിയ അങ്ങ് കാണിച്ചോണ്ട് അങ്ങ് നിന്നോണങ്ങളാ. കൊണ്ടുകൊടുക്കടാ, നാട്ടുകാർ വന്ന് വല്ലതൊക്കെ പറയും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ദോഷം പറയരുത്. ഇത്രയും നാളായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുമോ, ഇത് സൂപ്പറായിട്ട് ഉഗ്രനായിട്ടുണ്ട് കേട്ടോ. 16 വർഷം കൊണ്ട് ഞാൻ ഇടുന്നു. ഇപ്പോഴെങ്കിലും ഇതിനെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞല്ലേ. എന്റെ അന്ന് നിക്കറിന്റെ കാര്യമല്ല പറഞ്ഞത്, നീ ഉടുക്ക് വായിച്ചത് നല്ല രസമുണ്ടായിരുന്നു. അതായിരുന്നോ? സോറി 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 സോറി. ഉടുക്ക് അവിടെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ആരത്താ താങ്ക് യു പറഞ്ഞത്? ഇവിടുത്തെ ബൈക്കെ ലിഫ്റ്റ് തന്നാ, അവൻ താങ്ക് യു പറയുമായിരുന്നു. ഓക്കെ, റെഡി. അയ്യോ എന്തുവാ? അട കൊണ്ടിടാൻ പറഞ്ഞു. അടയാ? അയ്യോ, കവർ പൊട്ടിക്കാതെ വന്നോ, ഇട്ടേടാ, അതെടുത്തേടാ. കവറോട് കൊണ്ടിരുന്നോ? പണിയായി. ഈ അടയെന്ന് പറഞ്ഞാലേ ആ കാറിന്റെ പുറകെ വെച്ചിരുന്ന അടയാന്ന്, ഞാൻ വലിച്ചൂരിക്കൊണ്ടേക്ക് പോകുന്നതാ. തോണ്ട ചെറുക്കനും കൂട്ടരും വന്ന കാർ റിവേഴ്സ് കൊക്കയിലോട്ട് പോന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ സാറേ? രണ്ടുപേരോടും ചോദിക്കുക, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല, അടിപൊളി. ചെറിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഉണ്ട്, അതിന്റെ കഥ വേണേ ഞാൻ പറഞ്ഞുതരാം. അല്ല, നമ്മളിപ്പോ കഥ കേൾക്കാനല്ലോ വന്ന, പാചകത്തിനല്ലേ വന്നത്. കഥ കേൾക്കാൻ സമയമില്ല കേട്ടോ, പാചകം ഇനി ഒരുപാട് ബാക്കി കിടക്കും. എന്നാലും ഇതുപോലെ കഥ കേൾക്കാത്ത ഒരുത്തനെ ഒറ്റ വെട്ടിന് ഞങ്ങൾക്ക് വന്നതായിരുന്നു. ഞാൻ കഥ കേൾക്കാനാ വന്നത്, ആ പുള്ളി എന്തിനാ വന്നതെന്ന് എനിക്കറിയത്തില്ല. കഥ കേൾക്കാനല്ലാതെ ഞാൻ എന്തോ കാര്യത്തിന് ഇങ്ങോട്ട് വന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1960 ജൂൺ 1 ഞാൻ ജനിക്കുന്നത്. ഞാൻ എന്നാ ജനിച്ചത്? ഇതിപ്പോ PSCയുടെ ക്വസ്റ്റ്യൻ വല്ലോ വന്നു, നമ്മൾ ഓർത്തിരുന്ന് ഉത്തരം പറയാൻ. എന്നാ ഇതുകൊണ്ടൊരു കഥ പറയട്ടെ. 1960 ജൂൺ 1 ജനിച്ചത്. അച്ഛനെന്ന് പറഞ്ഞ ദാക്ഷാണി അമ്മ, അമ്മ പ്രഭാരം പിള്ള. ഞാനല്ല ചിരിച്ചത്, അവനാ ചിരിച്ചത്. അവനെ മാത്രം വെട്ടണേ. ഞങ്ങള് ചിരിച്ചും കളിച്ചും ഒരു കഥ പറയുമ്പോ നിനക്ക് മാത്രം എന്താ സീരിയസ്? സീരിയസ് ഞാൻ ചിരിച്ചുകൊണ്ടോ? ഓക്കെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ അച്ഛനും എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറിയ അസുഖമുള്ള ഒരു മനുഷ്യനായിരുന്നു, പ്രശ്നമുള്ളായിരുന്നു. ഒരുത്തന്റെ അസുഖത്തിന്റെ കാര്യം പറയുമ്പോഴാണ് അന്ന് വിളിക്കുന്നത്. ടീച്ചട്ടാടാ നിന്നെ, ടീച്ചട്ടാടാ. കഥ എന്നോട് പറഞ്ഞാൽ മതി. കഥ എന്നോട് പറയാം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മയെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, പാവം പിടിച്ച സ്ത്രീ ആയിരുന്നു. വലിയ സാമ്പത്തികം ഒന്നും ഇല്ലാത്ത ഒരു അമ്മയായിരുന്നു ഞങ്ങളുടെ അമ്മ. സാറേ, ഞാൻ ഇവിടെ ചിരിക്കണോ അതോ കരയണോ? നീ ഒന്നും ചെയ്യണ്ട. വേണ്ട. ഇവനും ഒന്നും ചെയ്യണ്ട. ഞാൻ പറയട്ടെ, എനിക്കും പണ്ടത്തെ ഒരു ചെറിയ അസുഖം ഉണ്ടായിരുന്നു. വഴിയെ പോകുന്നവര് ചുമ്മാ പോകുമ്പോൾ കല്ലെടുത്തെറിയുക, ചീത്ത വിളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ചെറുപ്പത്തിലേ തുടങ്ങിയത് ഈ സൈക്കോ തരവില്ലോടാ. ആർക്കാടാ സൈക്കോ? ആർക്കാടാ സൈക്കോ? ചെറുപ്പത്തിലേ തുടങ്ങിയതാ ഈ ആൾക്കാരെ ഉപദ്രവിക്കുന്ന മഹാസിദ്ധി എന്ന് പറഞ്ഞത്. അല്ലല്ല, സൈക്കോ എന്നാ പറഞ്ഞത്. ഞാൻ കേട്ട് സിദ്ധി. സൈക്കോ അങ്ങ് സിദ്ധനാണ്, മഹാസിദ്ധൻ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇനി നീ നിന്റെ ശബ്ദം ഇവിടെ കേൾക്കരുത്. ഇല്ല. അങ്ങനെ ഇരിക്കേ ഇങ്ങനെ ഇരുന്നാ മതി. അതെന്തുവാ അങ്ങനെ ഇരിക്കാൻ പറഞ്ഞു? അങ്ങനെ ഇരിക്കാനല്ല പറഞ്ഞേ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആരോട് ഒരു ദിവസം ഇനി നിന്റെ ശബ്ദം ഇവിടെ കേൾക്കരുത്. ഇല്ല. അച്ഛൻ ടെറസിന്റെ മണ്ടയ്ക്കൊന്ന് വീണു. ടെറസിന്റെ മണ്ടയ്ക്ക് വീണു. അച്ഛന്റെ ശബ്ദം ഇല്ലയോ കേൾക്കട്ടെ? എന്റെ ആണോ? പിന്നെ എന്താ ഇവനെ എന്തോ ചെയ്യേണ്ടത്? സാറേ ഈ പുള്ളിക്ക് ഈ സാറിന് നടക്കുള്ള ബുദ്ധിയില്ല, തലയ്ക്ക് സ്ഥിരതയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പൊ അച്ഛൻ ടെറസിന്റെ മണ്ടയ്ക്ക് വന്നപ്പോ വേറൊരു പ്രശ്നമുണ്ട്. നാട്ടുകാരൊക്കെ പറയുക അച്ഛനെ ടെറസിന്റെ മണ്ടയിൽ നിന്ന് തെള്ളിയിട്ടത് ഞാനാന്ന് എല്ലാരും പറയുക. ഞാൻ അങ്ങനെ ചെയ്യുവോ? ഞാൻ അങ്ങനെ ചെയ്യുവോ? ചെയ്യത്തില്ല. അത് ശരി, ഇവൻ എന്നെ മനസ്സിലാക്കേണ്ട അത്രയും പോലും നീ എന്നെ മനസ്സിലാക്കുന്നില്ലോടാ. ചെയ്യത്തില്ലെന്നല്ല ചെയ്യും. പറഞ്ഞില്ലേ അങ്ങോട്ട് മൈൻഡ് ചെയ്യണ്ട, കഥ കേൾക്കാൻ തയ്യാറായിട്ട് ഞാൻ നിൽക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്നിന് പിന്നെ പ്രശ്നം തീർന്നില്ല. അച്ഛൻ താഴെ വീണ് കഴിഞ്ഞപ്പോൾ ഞാൻ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ആംബുലൻസ് വിളിക്കാതെ അച്ഛനെ സൈക്കിളെ കെട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നാ എല്ലാരും പറയുന്നത്. ഞാൻ അങ്ങനെ ചെയ്യുവോ? ചെയ്യും. ചെയ്യത്തില്ല. കണ്ടോടാ, അവൻ സത്യമായിട്ട് ഉത്തരം പറയുമ്പോൾ നിനക്കെന്തോടാ പ്രശ്നം? ചെയ്യത്തില്ല. ബാക്കി കഥ പറയാം അങ്ങോട്ട്. വേറെ കാര്യമുണ്ട്, ഇനി നീ ഇതിനകത്ത് കയറി ഇടപെടുവാണെങ്കിൽ ടീച്ചർ തന്നെ. ഞാൻ അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർമാരെല്ലാം അത്ഭുതപ്പെട്ടു. അല്ല, ഈ ഡോക്ടർമാരെന്തോ അത്ഭുതപ്പെട്ടു. അത്ഭുതപ്പെട്ട എന്താണെന്നറിയോ? ആദ്യമായിട്ട് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു അർബാനയിൽ ഒരു രോഗിയെ കയറ്റിക്കൊണ്ട് തെള്ളിക്കൊണ്ട് പോകുന്നത്. പിന്നെ അച്ഛനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടായോ? അവിടെ ചെന്ന് കഴിഞ്ഞപ്പോണ്ടല്ലോ അച്ഛൻ 8 ഒടി കൊണ്ടായിരുന്നു. ടെറസിന്റെ മേലിൽ നിന്ന് വീണല്ലേ, അന്നേരം ഒടിഞ്ഞു പോകും. അങ്ങനല്ല, അച്ഛൻ നല്ല സൈസാണേ. അർബാനെ കയറത്തില്ലായിരുന്നു. ഞാനൊരു 8 മടക്കി അതിനകത്ത് കൊണ്ട് കയറ്റിയത്. അങ്ങനെയുള്ള അച്ഛനെ അങ്ങനെ കാണിച്ചപ്പോഴത്തേന് അച്ഛൻ എന്നെ പിന്നെ വീട്ടിൽ കയറ്റുവോ? അച്ഛൻ എന്നെ വീട്ടിൽ കയറ്റുവോടാ? കേറ്റത്തില്ല. കേട്ടേടാ,
കേട്ടടാ വീട്ടിലോ? വീട്ടിലോ നിന്നെ കേട്ടടാ വേണ്ട. സാറേ ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്ക് സ്ഥിരതയില്ല. ഒരു കാര്യം ചെയ്യും, അങ്ങേരോട് സംസാരിച്ചിട്ട് തൊണ്ടയിലെ വെള്ളം പറ്റിക്കണ്ട. എന്തേലും ഉണ്ടെങ്കിൽ എന്നോട് പറ. സത്യവാ തൊണ്ടയിലെ വെള്ളവും പറ്റി ആകെ പ്രശ്നമായി. ആണോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ പാചകക്കാരൊക്കെ അല്ലയോ, അപ്പൊ എനിക്ക് തൊണ്ടയിലെ വെള്ളവും പറ്റി എനർജിയും പോയി. ചെറിയ അടിക്കുന്ന സാധനം വല്ലതും കൊണ്ടേ ഒരെണ്ണം തലവാണെങ്കിൽ ഇല്ല ഇല്ല, ഞങ്ങളുടെ കയ്യിൽ അതൊന്നും ഇല്ല. ഉണ്ട് പാചക ഉണ്ട്, ഞങ്ങളുണ്ട്. ഇല്ലെന്ന്. ഉണ്ടെന്ന് ആശാനല്ലേ മേടിച്ചോണ്ട് വന്നത്? ഉണ്ട്, എന്റെ കളയുണ്ട്. ഉണ്ടെന്ന്. എന്തോ ചെയ്യാൻ പോവാടാ? ഞാൻ കൊടുക്കും. എടാ ഇയാൾക്ക് സൈക്കോയാ, നീ ഇതോടെ കൊടുത്തു കഴിഞ്ഞാൽ കല്യാണം നടക്കത്തില്ല. ഞാൻ കൊടുക്കും 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 കൊടുക്കും. കൊടുക്കരുത് കൊടുക്കരുത് കൊടുക്കരുത്. സാറിന് കൊടുക്കണ്ടെന്ന് ആശാൻ പറയുന്നത്. കൊടുക്കണം. കൊടുക്കണമെന്നാ പറഞ്ഞേ? കൊടുക്കണമെന്നാണോ? അയ്യടാ എന്നാ ഫിക്സ് ചെയ്ത് വെച്ചേക്കോ. കുറേ സാധനം ഇവിടെ വെച്ചിരുന്നിട്ട് നീ എനിക്കൊരു തുള്ളി തന്നില്ല കേട്ടോ. നീ ഒന്നേ, എന്ത്? അത് മദ്യമൊന്നും അല്ലെന്ന്. പിന്നെ രാവിലെ പാത്രം കഴുകാൻ വേണ്ടി ഞാൻ കലക്കി വെച്ച വിമ്മ്. ഇനി നോക്കിക്കോ, ഈ കിളവനെ കൊണ്ട് ഈ കല്യാണ വീട്ടിൽ ഒരു ശല്യവും ഉണ്ടാവത്തില്ല. ബന്ധുക്കാർ വന്ന് ആശാനെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരും. ആണോ? എന്നാലും ഓക്കെ. ഹലോ മിസ്റ്റോട്, ഓ സൂപ്പർ സാധനമാ. ആണോ? ഇനിയുണ്ട്. കണ്ടോ, ഇനി ഒരാഴ്ച കഴിയാതെ ഈ പുള്ളി കക്കൂസിന്ന് ഇറങ്ങത്തില്ല. ദൈവമേ, ഞാൻ ഫുള്ള് മേടിച്ചു തരും. മേടിച്ചു തരണം. ഓ മിസ്റ്റോട്, ഓ വയറ്റിനകത്തൊരു ഉടുക്കിന്റെ മേളം. ആണോ? ഞാനേ പെട്ടെന്ന് അവിടെ വരെ പോയിട്ട് ബാത്റൂമിൽ വരെ പോയിട്ട് ഓടി ഇങ്ങ് വരാം. ബാക്കി സാധനം ഞാൻ മന്ത്രടിച്ചോളാം. ഓക്കേ. സംഭവം ഏറ്റിട്ടുണ്ട്. എന്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്, പിള്ളേർ കയറാൻ നോക്കിക്കോണം. ഓക്കെ, ഇപ്പൊ വരാം. എങ്ങനുണ്ട് എന്റെ ഐഡിയ? ഇപ്പൊ നോക്കണം, ഈ പുള്ളിയുടെ ഈ ബഹളം അങ്ങോട്ട് ഒഴിവാക്കിയതിന് എന്തൊക്കാര് വരും, സാറിനെ കെട്ടിപ്പിടിക്കും, ഉമ്മ തരും. ഏട്ടാ കല്യാണത്തിന്റെ സമയമായി. ആണോ? ആ നാളെ സാറം തുടങ്ങിയല്ലേ? തുടങ്ങി. ഞാൻ പപ്പടം കട്ട് നോക്കണം. എടാ മേളം നിന്നടാ. നിന്നാ കറണ്ട് പോയതായിരിക്കും. നീ എന്നാ ജനറേറ്റർ ഒന്ന് ഓൺ ചെയ്യാൻ പറ. ഞാൻ ചെന്ന് പറഞ്ഞിട്ട് വരാം. ആശാനേ, ഓ ആശാനേ, ആശാനേ, ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാമ്പാറും കമത്തി കളഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടോ. ആമാരെ കയ്യിൽ നിന്ന് ഇപ്പൊ കിട്ടും. സാമ്പാർ വിളമ്പില്ലല്ലോ, പിന്നെ എന്തിനാ അടി കിട്ടുന്നത്? സാമ്പാർ വിളമ്പാത്തനല്ല, ഇവിടുന്ന് വയറ് വയ്യാന്ന് പറഞ്ഞിട്ട് അമ്മാവൻ അങ്ങോട്ട് ഓടിപ്പോയില്ലേ. ഈ പുള്ളി ഇത്രയും നാട്ടുകാർ നോക്കി നിൽക്കെ കക്കൂസാന്ന് പറഞ്ഞ് കതർ മണ്ഡപത്തിന്റെ നടുക്ക് കയറി ബീഡിയും കത്തിച്ച് വെച്ചോണ്ട് ഇരിക്കുവാ. പെണ്ണിന്റെ അച്ഛൻ വന്ന് എന്നോട് ചോദിച്ചു, നമുക്ക് രക്ഷപ്പെടണമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അച്ഛാ നമ്മുടെ ആശാൻ ഒരു കുപ്പി വിമ്മ് കലക്കി കൊടുത്തെന്ന് പറഞ്ഞ്.